Allah, 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 Allah. فأقر الرسل أهل السبل هذه الأمم لشريعته الله 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 أكبر الله أكبر الله أكبر الله أكبر. بسم الله الرحمن الرحيم. പച്ചപ്പിന്റെ പരവതാനി വിരിച്ച് സുവർണ കാഴ്ചയെ തന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു പരിപാലിക്കുന്നു. മാമലകളെ തോളിലേറ്റി ഗാംഭീര്യത്തോടെ നദിയോരങ്ങളെയും മാറിലൊതുക്കി പുരാതന സംസ്കൃതിയെ സംരക്ഷിച്ചു പോരുന്നു ബെൽത്തങ്ങാടി താലൂക്ക്. ബെൽത്തങ്ങാടി താലൂക്ക് 100-ൽ പരം ഗ്രാമങ്ങളെ തന്റെ കോന്തലയിൽ ചുറ്റിയ ഈ താലൂക്കിനെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെയില്ല. സൗന്ദര്യത്തെയും ഗാംഭീര്യത്തെയും ലാളിക്കുന്ന ഈ ഗ്രാമത്തിൽ ആകർഷണീയമല്ലാത്ത ഒരു കാഴ്ചയും നമുക്ക് നളർക്കാൻ സാധ്യമല്ല. ഇവിടെ ഒത്തിരി മതങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ച ദേശാഭിമാനികളുണ്ട്. മുസ്ലിംകളുടെ ഒരുപാട് ശ്രദ്ധാകേന്ദ്രങ്ങളുമുണ്ട്. എന്നാൽ ഇത്രത്തോളം ആശ്ചര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ബെൽത്തങ്ങാടിയിൽ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും നിലവിളികൾ കേൾക്കാമെന്നത് ബുദ്ധിയും ശ്രദ്ധയുമുള്ള നമുക്ക് ഉൾക്കിടലം കൊള്ളിക്കാതിരിക്കില്ല. ധാർമ്മികതയിൽ നിന്നും വ്യതിചലിച്ച് ഭൗതിക നേട്ടങ്ങളിൽ നിന്നും വഞ്ചിതരായി വെറും നോക്കിക്കുത്തികളായി മാറിയ ഈ സമൂഹത്തെ കണ്ടാൽ ആരും തന്നെ തളരാതിരിക്കില്ല. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ എന്ന് വിളംബരം ചെയ്ത പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നാം നമ്മുടെ അടിത്തറയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഭാസം എന്താണ് വിളിച്ചോതുന്നത്? പ്രാകൃത ദിനചര്യയിലേക്ക് നാം മടങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഈ കാണുന്ന ഓരോ വീടുകളിലും ഓരോ കരളലിയിപ്പിക്കുന്ന കഥകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ഇടയിൽ പല രോഗങ്ങളാൽ പിടയുന്ന പാവപ്പെട്ടവന്റെ കഥകൾ. ജീവിതമാകുന്ന മഹാനദിയിൽ മുന്നോട്ട് കുതിക്കുവാനാവാതെ കരളുരുകി കേഴുന്ന മുസ്ലിം സമൂഹത്തിന്റെ നൊമ്പരങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഈ നാട്ടിൽ പലരും ഗവൺമെന്റ് ആനുകൂല്യങ്ങളിൽ നിന്നും വഞ്ചിതരാണ്. കുടിവെള്ളം, വെളിച്ചം, റോഡ് മുതലായ മൂലസൗകര്യങ്ങളിൽ നിന്നും അവഗണിക്കപ്പെടുന്ന ഒട്ടനവധി ഗ്രാമീണരുണ്ട്. ഇവിടെ 1000-ൽ പരം മുസ്ലിം സമുദായാംഗങ്ങൾ നിസ്സഹായരായി ജീവിച്ചു പോരുന്നു. കണ്ണീരൊപ്പാനെന്ന വ്യാജേന ഇവരുടെ മധ്യേ കപട കരുണയുമായി എത്തുന്ന മിഷനരികൾ ഈ പാവങ്ങളെ വഞ്ചിക്കുകയാണ്. അതെ, ഈ സങ്കീർണമായ അവസ്ഥയിൽ മുസ്ലിം സമുദായത്തെ നന്മയിലൂടെ നയിച്ച് അവരുടെ കണ്ണീരൊപ്പാൻ നൈജമായ ഒരു ആശ്രയ കേന്ദ്രത്തിന്റെ അഥവാ ബദൽ മിഷനറിയുടെ ആവശ്യകതയുണ്ടായിരുന്നു. അതിനു വേണ്ടി പ്രയത്നങ്ങൾ ചെയ്ത പലരും വിജയം കണ്ടെത്തിയില്ല. ബെൽത്തങ്ങാടി താലൂക്കിൻ്റെ ചുറ്റുഭാഗത്തുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയപ്പോൾ ചില മതനശീകരണ മിഷനറി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ മിഷനറി പ്രവർത്തനങ്ങളുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങി മുസ്ലിമീങ്ങളായ നമ്മുടെ ആളുകൾ നമ്മുടെ മതത്തിൽ നിന്ന് അവരുടെ സഹായങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്ന ഒരു ദുഃഖകരമായ അവസ്ഥ കണ്ടു മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് പ്രവർത്തനത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നൊന്ത മനസ്സിന് സാന്ത്വനമേകാൻ, അവരുടെ നിത്യജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ മുന്നിട്ടിറങ്ങി ഒരു വ്യക്തി വിജയം കണ്ടെത്തി എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അതെ, സത്യമെന്ന് വിളിച്ചോതുകയാണ് ഈ മഹൽ വ്യക്തിത്വത്തിനുടമയായ സയ്യിദ് അലവി ജലാലുദ്ദീൻ അൽ ഹാദി തങ്ങൾ. ഉജിറയുടെ കേന്ദ്ര മസ്ജിദിൽ മുദർരിസായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ധാർമ്മിക ബോധം നൽകി അതിനിടെ അനാഥകളുടെയും രോഗപീഡിതരുടെയും കണ്ണീരൊപ്പാൻ സമയം കണ്ടെത്തി നാട്ടുകാരുടെ ആശ്രയരഹിതരുടെ നന്മക്കായി പലവിധ കർമ്മവീതികളിൽ സഞ്ചരിച്ച സയ്യിദവർകൾ ഈ സമുദായത്തിന്റെ ഉന്നമനത്തിനായി സമ്പൂർണമായി തന്നെ സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. കാലത്തിന്റെ വിസ്മയം സഞ്ചരിക്കുന്ന ദീനീ സ്മാരകം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്ത് അൽ ബുഖാരി തങ്ങളുടെ നിർദ്ദേശപ്രകാരം കാശിബെട്ടു എന്ന ഈ നാട്ടിൽ നിലയുറക്കാൻ തീരുമാനിച്ചു. ആരംഭഘട്ടത്തിൽ ദിക്ർ മജ്ലിസ് തുടങ്ങി അതിൽ കൂടെ നൊന്ത മനസ്സുകൾക്ക് സാന്ത്വനമേകി തുടങ്ങി. രോഗശമനത്തിനായി എത്തിക്കൊണ്ടിരുന്നവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ശമനം ലഭിച്ചു തുടങ്ങി. ഫസ്റ്റ് വന്നപ്പോൾ ഈ ദിക്ർ സലാത്ത് ഇങ്ങനത്തെ ലോക്കൽ ആൾമാർ കുറേ മട്ട് ആളിന്ത് ഒരു രണ്ട് സലാത്ത് ദിക്ർ സലാത്തെല്ലാം കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ആൾമാർ ಬರೋ ಶುರುವಾಗಿತ್ತು. ഇവിടെ ವಾಲಂಟಿಯರ್മാർക്ക് അവർ ಕಂಟ್ರೋಲ್ ಆಕತ್ತೆ ಪರಿಸ್ಥಿತಿ ಕಣಕ್ಕೆ ಆಳು ಬರೋ ಶುರುವಾಯಿತು. ದಿಕ್ರ ಮಜ್ಲಿಸ್ನ നോക്കാം കോലി മാടും കണക്കില്ലാണ്ട് പണ്ട് ഇപ്പോൾ ഒന്ന് ജണ്ടല്ല സാധാരണ നൻ്റെ ഗൊಂತುಲೆ ഗൾഫിലെല്ല ഈ ജയിലിൽ ഞങ്ങൾ തങ്ങളുടെ ഫോണിൽ പലക്കറിഞ്ഞിട്ട് ഇല്ല ഞങ്ങൾ അങ്ങനെ പ്രതിനിധിയായിട്ട് ചെന്നിട്ട് ഇവിടെ നേരത്തെ വെച്ചിട്ട് അപ്പത്ത് അപ്പ ഇതായിട്ട് മോചനായിട്ട് രായത്ത് വന്നിട്ട് ഇവിടെ സലാത്ത് മജ്ലിസ് കൂടിയത് ധാരാളം ഉണ്ട്. ജനവാസമില്ലാത്ത ഒരു കുഗ്രാമമായിരുന്ന ഈ കാശിബെട്ടു എന്ന ഗ്രാമം ഇന്ന് ഒരു ആദർശ ഗ്രാമമായി തീർന്നു. അങ്ങനെ ഉജിരയിൽ ಬಂದಿട്ട് ತಂಗ ಅವರು ಬಾಡಿಗಡೆ ಅವತರು ನನ್ನ ಎಲೆಂಡೋ ಅವತುಲೆ ದೆಚ್ಚಿಂತು അങ്ങനെ തെച്ചിട്ടാകുമ്പോൾ ആളുമാർ ഇങ്ങനെ എന്താക്കിയാറ് ഓരോരോ സമസ്യത്തിന് ഇങ്ങനെ ചെല്ലുവാനായിട്ട് വന്നുകൊണ്ടിരുന്നാറ്. ഓരോ ആളുമാർക്ക് അങ്ങനെ സമസ്യ ഇങ്ങനെ പരിഹാരമായിട്ടാകുമ്പോൾ പക്ക മയ്യാവത്തത് കൊണ്ടിട്ടു ചെറിയൊരു പക്ക ഈ കാൻ്റെ പക്കത്തിൽ അതിലെടുത്തിട്ട് അങ്ങനെ ഊടെ ആളുമാർ ഇങ്ങനെ സന്ദർശനത്ത് ആരാരിങ്ങനെ വന്നുകൊണ്ടിരുന്നാറ്. രോഗത്തിൽ ശമനമായിട്ടാകുമ്പോൾ പിന്നെന്തായിട്ട് ഇങ്ങനെ ഇപ്പം കാൻ്റെ പക്ക വിശാലമായ ഒരു പക്കത്തേക്ക് എന്തായിട്ട് അയാൾ അള്ളാഹു അയാൾക്ക് എന്താക്കി എടുക്കുള്ള ഒരു തൗഫീഖ് അള്ളാഹു കൊടുത്ത പലരിൽ നിന്നും കേട്ടറിഞ്ഞ് പലരും എത്തിത്തുടങ്ങി. നേർച്ചയായി അരി, പഞ്ചസാര മുതലായ വസ്തുക്കൾ എത്തിത്തുടങ്ങിയപ്പോൾ സയ്യിദവർകൾ ജനങ്ങളിൽ നിന്നും സംഭരിച്ച വസ്തുക്കൾ ജനസേവനത്തിനായി തന്നെ വിനിയോഗിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ വിരളിലെണ്ണാവുന്ന ജനസംഖ്യ തുടർന്നു പടർന്നു പന്തലിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ നൊന്തവരുടെ സംഖ്യയും അധികരിച്ചു തുടങ്ങി. ഉത്തരവാദിത്വത്തെ മാറോട് ചേർത്ത തങ്ങൾ സേവനപാതയ്ക്ക് ഒരു പുത്തൻ രൂപം നൽകാൻ തീരുമാനിച്ചു. ഈ സംരംഭത്തിൽ തോളു ചേർക്കുവാൻ നാട്ടുകാരും ദീനീ സേവകരും മുന്നോട്ടിറങ്ങി. അതത്രേ മൽജഉദ്ദുആത്തി വദ്ദഅവത്തിൽ ഇസ്ലാമിയ. ഈ സ്ഥാപനം ഇവിടെ നിലയുറപ്പിച്ചതു മുതൽ കാശിബെട്ടു എന്ന ഈ സ്ഥലം മൽജ നഗരായി മാറി. ನಂಗೆ ಬರುವ ಪಾವತಾಗ
അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇതിലോട്ട് കൂടുകൊണ്ടിട്ട് ഒരു മനസ്സ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ തങ്ങളോട്ട് വന്ന് നോക്കുമ്പോൾ ഞങ്ങളെಲ್ಲ എൻക്വയറി ಇದಕ್ಕೆಲ್ಲ ಕಡೆತಿತ್ತು ഈ പാവത്തങ്ങ് അരി കൊടുക്കൊടുന്നു അപ്പം അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഈ ജമാത്തിലെല്ല അങ്ങനത്തങ്ങ് എല്ലാം കൊടുത്തിട്ടുള്ളാറുണ്ട് വിചാരിച്ചു ഞാൻ ഇപ്പം നോക്കും ഭയങ്കര ഒരു പാവത്തങ്ങ എന്തും ഇല്ലാത്തതു ഞങ്ങളെ കാട്ടി ഒരു 10 ഓതി കഷ്ടത്തങ്ങളെല്ലാം നോക്കിയാ അങ്ങമേ എന്ത് കയ്യിൽ നേരെ കൊടുക്കുവാണ്ട് കണ്ട ആ നമ്മത്തെ സ്ഥിതിയിലെല്ലാം ഉള്ളാറ്. ഓഗസ്റ്റ് 27, 2008 ദക്ഷിണ കന്നഡ സുന്നി മക്കളുടെ അവസാന വാക്കായ മഹാമഹീഷി താജുൽ ഉലമ ഷെയ്ഖുന അസയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ അൽ ബുഖാരി തങ്ങൾ മൽജ നഗറിൽ എത്തിച്ചേർന്ന ദിനം. उनकी सना की गूंज है हर तरफ उनकी सना की गूंज है. ആ ദിവ്യഹസ്തങ്ങളാൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട ദിനം, ദീനീ സ്ഥാപനം ഗാംഭീര്യത്തോടെ തുടക്കം കുറിച്ച ദിനം, സയ്യിദ് അലവി ജലാലുദ്ദീൻ അൽ ഹാദി തങ്ങൾ അവர்களுടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞ ദിനം, ധാർമ്മിക ബോധം നൽകുന്നതിനോടൊപ്പം ജനസേവനത്തിലും മുഴുകിയ തങ്ങൾ അവർക്ക് ദർസ് സ്ഥാപനം ഉണർവും ഊജസ്സും നൽകി. ദർസ് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്ന ശൈഖുന പൊസോട്ട് തങ്ങൾ हमको बुलाना या रसूल अल्लाह, हमको बुलाना या हबीब अल्लाह, हमको बुलाना या रसूल अल्लाह, हमको बुलाना. अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन वअला आलिहि വസ്വഹ്ബിഹി അജ്മഈൻ. പൊസോട്ട് തങ്ങൾ അവர்களுടെ സാന്നിധ്യവും മഹത്തായ ദ്വാകർമ്മവും പുത്തനുണർവും ഓജസ്സും ഏകി. ഈ ദർസിൽ 30ഓളം മുതഅല്ലിമുകൾ വിദ്യാർജ്ജനം നേടുകയും ഇപ്പോൾ 15ഓളം മുതഅല്ലിമീങ്ങൾ മുദർരിസായ അഹ്മദ് മുസ്ലിയാർ അവர்களுടെ സാന്നിധ്യത്തിൽ ധാർമ്മിക ബോധം നേടിക്കൊണ്ടിരിക്കുകയുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വിദ്യാർത്ഥികളുടെ ഭക്ഷണം, വസതി, വസ്ത്രങ്ങൾ ഉൾപ്പെടെ സകല ചിലവുകളും മൽജയിന്റെ മേൽനോട്ടത്തിലാണ്. മൽജയിന്റെ ഉന്നമനത്തിനായി ആഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങൾ ധാർമ്മികതയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയെ നന്മയിലേക്ക് നയിക്കുവാനുള്ള പരിശ്രമത്തിലും വിജയം കണ്ടെത്തി. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് നിസ്കാരത്തിന്റെ ഫർളറിഞ്ഞില്ല. നെറ്റത്തടത്തിൽ വലിച്ചു ടവളും കെട്ടി അതിന്റെ മീത്ത സുജൂദ് ചെയ്ത് അള്ളാഹു ചോദിക്കും, നിന്റെ സുജൂദിന്റെ നെറ്റിത്തടത്തിന്റെ ഭാഗം നീ എന്തുകൊണ്ട് തുറന്നില്ല? അപ്പൊ നിങ്ങൾ പറയും, ഞങ്ങളോട് സുജൂദ് ചെയ്യേണ്ട, എവിടെയൊക്കെ തുറന്നിടണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. സുജൂദ് ചെയ്യുമ്പോൾ 2 കാലും മലർക്ക വെച്ച് വിരലിന്റെ അടിഭാഗം വെക്കാതെ സുജൂദ് ചെയ്യാത്തവന്റെ സുജൂദ് ചവറ്റുകൊട്ടയിലേക്ക് അള്ളാഹു വലിച്ചെറിഞ്ഞുകൊണ്ട് മാശറയിൽ ചോദിക്കും, നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല? അപ്പൊ നിങ്ങൾ പറയും, പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ആ മറുപടി, നിങ്ങളുടെ ആ തെറ്റായ മറുപടി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് മൽജ് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഈ ക്ലാസിന് വേണ്ടി തുടക്കം കുറിച്ചത്. ഭാവിയിലേക്കുള്ള എത്തിനോട്ടത്തിൽ തങ്ങൾക്കുള്ള അഗാധമായ ഉൾക്കാഴ്ചയ്ക്കുള്ള ഒരു മഹത്തരമായ ഉദാഹരണമാണ് മൽജ റിലീഫ് കാർഡ്. ആരാണിതിന്റെ പിന്നിലെ സാരഥികൾ? മാസാമാസം 3-ാം വെള്ളിയാഴ്ച രാത്രി മൽജയിൽ നടന്നുവരുന്ന ദിക്ർ ഹൽക്ക മജ്ലിസിൽ ലഭിക്കുന്ന നേർച്ചാ വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ആദായത്തെ സമുദായ നന്മയ്ക്കായി വീതിച്ചു നൽകുന്ന